പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ. പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല, നിങ്ങൾ അങ്ങനെ ഉണ്ടായല്ലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചത്? ആദ്യം എന്താ ചോദിച്ചത്? അല്ല, പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ. പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല, നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും. പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ചേട്ടനാണ് സംസാരിക്കുന്നത്. ഇതെന്താ സംഭവം എന്നാണെങ്കിൽ കുറച്ച് കാര്യം പറയേണ്ടി വരും. പക്ഷേ ഞാൻ ഇതുവരെ നമ്മുടെ ബിഗ് ബോസിൽ ലാസ്റ്റ് വിന്നറായ അഖിൽമാരാരുടെ വല്ല ഫാനോ അങ്ങനെയൊന്നുമല്ല, ഇപ്പോഴും അതല്ല. പക്ഷേ ഈ ഒരു ഇടപെടലോടുകൂടി പുള്ളിയോട് എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൊള്ളാം. കാരണം മോശം ആര് പറഞ്ഞാലും വിളിച്ച് രണ്ട് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഞാനിത് എന്താ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറയുന്ന വ്യക്തി ആൽബി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ തന്നെയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഹസ്ബൻഡാണ്. അപ്പോൾ ആ കണ്ടസ്റ്റൻ്റ് ചില കാര്യങ്ങളും ഇവരുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ഹസ്ബൻഡ് എങ്ങാണ്ടുമാണ് ഇവർ. അത് എന്തിലോട്ടെ, അത് പേഴ്സണൽ ലൈഫാണ്. ഇപ്പം രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, മൂന്നാമത് കല്യാണം കഴിക്കുന്നത് ഒട്ടും തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല ഇവിടെ. പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വെറുക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാം. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽമാരാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് പറഞ്ഞത് വേറൊന്നുമല്ല, ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, അതിൽ സ്ത്രീകൾക്ക് അവിടെ ചില കാര്യങ്ങൾ, അത് പുള്ളി പറഞ്ഞ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറയുന്നത് അവിടെ ചില വഴങ്ങിക്കൊടുക്കലും കാര്യങ്ങളൊക്കെ പലർക്കും തിക്താനുഭവങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ വിന്നറാണെങ്കിൽ അതിനകത്തോട്ട് പ്രവേശനം ലഭിക്കണമെങ്കിലോ പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. അവർ എനിക്കറിയാമെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ആരുടെയും പേരെടുത്ത് ആരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിദ്വാൻ തെറി കേൾക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഈ ഇൻ്റർവ്യൂ ആണ്, ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. മാരാര് വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളുള്ളൂ. ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം നേടലാക്കി പറയുമ്പോൾ എനിക്ക് അഖിൽമാരാര് ചോദിക്കാനുള്ള ചോദ്യം, എങ്കിൽ നിങ്ങൾ ആരെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് അഖിൽമാരാര് പറഞ്ഞപ്പോൾ പുള്ളി ഒരു പൊതുവായി പറഞ്ഞു, അതായത് അങ്ങനെ അവിടെ പോകുന്ന, അത് വേറൊന്നുമല്ല, ഏത് മേഖലയിലാണ് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. കാരണം കുറച്ച് ജോലി കൊടുക്കുന്നവൻ ചോദിക്കും എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കുന്നത്, കൂലി എന്താ പണിയെടുക്കുന്നവൻ കൂലി ചോദിക്കുന്ന പോലെ തന്നെ പെണ്ണുങ്ങളോട് ചോദിക്കും. ചില ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ, ഭർത്താവ് ഗൾഫിലുള്ളവരൊക്കെ ചോദിക്കുന്ന പോലെ ഇവിടെ ഒരു ഇത്രയും വലിയ ഫെയിമാണ്, നീ ഫേമസ് ആവും, നിന്നെ ഫേമസ് ആക്കാൻ പോകുന്ന എനിക്കെന്ത് കിട്ടും? ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് നേരം ഇങ്ങനൊരു ചർച്ച പണ്ടുണ്ടായിരുന്നല്ലോ. കാരണം പലർക്കും, ഡയറക്ടർക്കും നടന്മാർക്കും ഒക്കെ കടന്നു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വലിയ ഫെയിം ആകാൻ പറ്റൂ എന്ന് പറയുന്ന മേഖലയായിട്ടും അങ്ങോട്ടേക്ക് ഇന്നും ആളുകൾ പോകുന്നുണ്ട്. ഇന്നും ആളുകളെല്ലാം അവിടെ സഹകരിച്ച് സിനിമയിൽ നിൽക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷേ ഈ പുള്ളി തെറിയാക്കാൻ കാരണം, പുള്ളി എടുത്ത് പറഞ്ഞത് അഖിൽമാരാരുടെ അമ്മയും രണ്ട് കൊച്ചു പെൺപിള്ളേരെയും, അത് 10 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ. കാരണം എനിക്കും പെൺകുട്ടികളുള്ളതാണ്. അപ്പോൾ എൻ്റെ മോളെ പറഞ്ഞാലും ഞാൻ ഇതേപോലെ തന്നെ പറയും. പക്ഷെ മറ്റേ പുള്ളി പറഞ്ഞ ആരെയല്ല. അപ്പോൾ ഈ പറയുന്ന മറ്റവരുടെ കെട്ടിയോൻ്റെ ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയാണ് എന്ന് പറയാനായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ പറയാണ് സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളെല്ലാം കുറച്ച് മോശമാണ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു പൊതുവായിട്ട് അത് എൻ്റെ ഭാര്യയാണ് ഉദ്ദേശിച്ചത്, ഞാൻ എന്നെയാണ് ഉദ്ദേശിച്ചത്, എൻ്റെ ഭാര്യയെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ചാടണമെങ്കിൽ അത് ഭാര്യയോടുള്ള ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, ഇച്ചിരി സംശയക്കുള്ള. എൻ്റെ ഭാര്യ എങ്ങനെ പോലും, പിന്നെ ഞാനിതാണ് വിഷമം ഉണ്ടാക്കുന്നത്. ഇല്ല, ഇപ്പം നാട്ടിൽ പറയണം, ആ ഭാഗത്തുള്ള എൻ്റെ നാടിൻ്റെ ഒരു പരിസരം, ആ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇച്ചിരി പിഴയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ എൻ്റെ ഭാര്യ എന്നോട് പിഴയാന്ന് പറഞ്ഞത്, അല്ലെ താൻ എന്നെ ഇല്ലെത്തിച്ചാൽ ഏതൊരു കോളേജിൽ അവിടെയൊക്കെ പഠിച്ച പെമ്പിള്ളേർ ഇത്തിരി അലമ്പാന്ന് പറഞ്ഞാൽ, അവിടെ എൻ്റെ ഭാര്യ പഠിച്ചത് കൊണ്ടോ എൻ്റെ സഹോദരിയോടെ പഠിച്ചുകൊണ്ടോ അവൾ പിഴയാവണമെന്നില്ല. അപ്പം അതിനു വേണ്ടി കിടന്ന് ചുമ്മാ തല്ലു പിടിച്ചിട്ട് ഞാൻ അവിടെ ഉള്ള ഒരാളുടെ വ്യക്തിയുടെ ഭാര്യയും മക്കളെയും കൂട്ടി നിർത്തി പറയുമ്പോൾ എനിക്കതിൽ തിരിച്ച് ഇത്രയും വലിയ സമ്മാനം കിട്ടിയെങ്കിൽ അത് കൊള്ളാം, അഖിൽമാരാരെ നിങ്ങൾ കൊള്ളാം, അവനെ വിളിച്ച് കാര്യമായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അതാണ് രസം. ബാക്കിയുള്ള നിങ്ങൾ കേട്ട് നോക്കും, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. കാരണം വരുന്നില്ല, മറുപടി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അതായത് ഇവൻ ലൈവിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അവനോട് കേട്ടോന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പം കേൾക്കാതെ വല്ല ചാനലിൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് ഇവൻ ഈ പറയേണ്ട കാര്യം ഇവനുണ്ടോ? ഇല്ലേ? ഞാൻ ലൈവിൽ എന്താ പറഞ്ഞ നീ കേട്ടോ?
ഇല്ലടാ, ഞാൻ കേൾക്കാറില്ല. കാരണം എനിക്ക് ഇമാരി ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. അന്നേരം നീ വല്ലടത്ത് കിടക്കുന്ന വളിക്ക് വിളിയേക്കാൻ വല്ലയിടത്തും കിടക്കുന്ന ഒളിക്ക് നീ എന്തിനാണ് വിളിയേക്കാൻ പോയെന്നുള്ള സത്യമല്ല. നീ ആ സത്യം പറഞ്ഞ വല്ലയിടത്തും കിടന്ന സാധനം നീ എടുത്ത് പിടിച്ച് നിന്റെ കേട്ടിട്ടാണ് ഈ പണി മേടിച്ചെന്നുള്ളതിൽ ഒരു മടിയില്ല. അപ്പം കേട്ട തെറി നല്ലതാണ്, വേറെ നല്ല മറ്റുള്ളവരുടെ കുടുംബത്തിരിക്കുന്നവരെ പറയുമ്പം ഇങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളതും കിട്ടിയതെല്ലാം ബോധ്യപ്പെട്ടു എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിനോടും അഖിൽ മാരാനോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ തെറി കേട്ട ആൽബിനോടൊക്കെ പറയാനുള്ള വേറെ നല്ല, നമ്മൾ ഫെയിമാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പറയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും ഇതുപോലെ മീഡിയ. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ആ തെറി പറയുന്നതിനിടയിൽ ഒരു സാധനമുണ്ട്. ഞാനങ്ങനെ പറയത്തില്ല, നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമോ? നീ എന്താ പറയുന്നത്? എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമോ? നീ നല്ല അങ്ങനെ പോലത്തെ മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരൻ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പറയാന്തയ്ക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് എടാ നിന്നെ വഴിയിലിട്ട് ആരെങ്കിലും കൊള്ളാം. അഖിൽമാരാർ സ്വന്തം വീട്ടിലിരിക്കുന്ന പിള്ളേരെയും ഭാര്യയെയും അമ്മയെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് ഇതുപോലെ അന്തസ്സായിട്ട് പറയുന്ന ആൺകുട്ടികളെ ഇഷ്ടമാണ്. അതുകൊണ്ട് മാരാരെ നീ ഒരു ആൺകുട്ടിയാ, കൊള്ളാം, സൂപ്പറായിട്ട്. അതുകൊണ്ട് മറ്റേ ആളോട് പറയാനുള്ള വേറെ ഒന്നുമില്ല. മൂന്നാമത് കിട്ടിയാലും നാലാമത് കിട്ടിയാലും ആദ്യം കിട്ടിയാലും വല്ല വഴിയും പോകുന്ന വാളി, ശ്രീഹള്ളിയിലേക്കുള്ള വാളി നീ ഏറ്റുപിടിച്ചത് കൊണ്ടാണ് നിനക്ക് ഇത്രയും വലിയ വാളി തിരികെ. നീ അതിന് അർഹനാണ് കുഞ്ഞെ, അടിപൊളി, സൂപ്പറാണ്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. നന്ദി, നമസ്കാരം. ഇനിയെങ്കിലും ഏറെ കൂടെ പോകുന്ന സാധനം ഏണി വെച്ച് കയറി മേടിക്കരുത് കേട്ടോ. അത് വാളിയായാലും കൊള്ളാം, ഏത് ഏണിയായാലും കൊള്ളാം.